നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ബ്ലോക്ക് തല പ്രകൃതി കിസാൻ മേളയും സംഘടിപ്പിച്ചു. കൃഷിവകുപ്പിന് കീഴിൽ പട്ടാമ്പി പാലക്കാട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ഓർച്ചാർഡാണ് 5 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നത്. ഓർച്ചാർഡിന്റെ സമഗ്ര വികസനം, ഓക്സിജൻ പാർക്ക്, ഫാം ടൂറിസം എന്നിവയുടെ ആദ്യഘട്ട പൂർത്തീകരണ ഉദ്ഘാടനമാണ് നടന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് വർക്കിൽ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള നടപ്പാത തട്ടുകളാക്കി തിരിച്ച് നിലം ശരിയാക്കൽ, ഇറിഗേഷൻ സംവിധാനം, പാഴ്മരങ്ങൾ വെട്ടിമാറ്റൽ, കുട്ടികൾക്കായുള്ള പാർക്ക്, ആംഫി തിയേറ്റർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. മരങ്ങൾക്കിടയിലൂടെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൃഷിയിലേക്ക് കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്കൊപ്പം ഒഴിവുവേളകളിൽ കുടുംബസമേതം സമയം ചെലവഴിക്കുവാനുള്ള ഇടമായാണ് ഇവിടെ ഓക്സിജൻ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. കൃഷിമന്ത്രി പി പ്രസാദ് പദ്ധതി പൂർത്തീകരണത്തിന്റെ 1ാം ഘട്ടം ഓൺലൈൻ വഴി നിർവഹിച്ചു. കാർഷിക മേഖലയിൽ 2595 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. കർഷകർക്ക് സഹായകമാവുക, വളരെ വേഗത്തിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ വിളവെടുക്കാൻ പറ്റുന്ന വിത്തിനങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ കർഷകരുടെ ഉൽപ്പന്നം കിട്ടിയാൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്, സംസ്കരിച്ചു വെക്കാൻ പറ്റുന്നുണ്ടാവേണ്ടത്. ഇതൊക്കെ ഈ കാലത്ത് നമുക്ക് നടപ്പിലാക്കേണ്ടതാണ്. എല്ലാത്തിനും പൈസയായിരുന്നു വലിയ പ്രതിസന്ധിയും പ്രയാസവും. പണം ലഭ്യമാവാൻ വേണ്ടി നോക്കി സംസ്ഥാന സർക്കാരിന് എല്ലാത്തിനും പൈസ കൊടുക്കാൻ പ്രയാസമാണ്. കിഫ്ബി ഇപ്പോൾ തന്നെ ഏതാണ്ട് 1,10,000 കോടിയോളം രൂപ വിനിയോഗിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ കിഫ്ബിയോട് നോക്കി, കിഫ്ബിയുടെ ചിലപ്പോൾ സാമ്പത്തികമായി നമ്മൾ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. ഒരുപാട് ധനകാര്യ സംവിധാനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലൊക്കെ നമ്മൾ പോയി, എങ്ങൊന്നും ചിലപ്പോൾ പണം ലഭ്യമാവാത്ത അവസ്ഥയിൽ വേൾഡ് ബാങ്കിന്റെ ഒരു ലോൺ തരപ്പെടുമോ എന്ന് നമ്മൾ നോക്കി. അങ്ങനെ ഒരു ലോൺ ലഭ്യമായി. 2,595 കോടിയുടെ ഒരു വലിയ പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചു എന്ന കാര്യം ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 40 കൊല്ലക്കാലത്തിനിടയിൽ കേരളത്തിന്റെ കാർഷിക മേഖല നടക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ കാലാവധിയൊക്കെ തീരാൻ പോകുന്നു. കൃഷിമന്ത്രി എന്ന കാലത്ത് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ 5 കൊല്ലക്കാലം കൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറയുന്നതാണ്, കഴിഞ്ഞ 40 കൊല്ലക്കാലമായി കേരളത്തിലെ കൃഷി വകുപ്പിൽ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കില്ല. ഈ 40 കൊല്ലക്കാലത്തിടയിൽ കേരളത്തിലെ കാർഷിക മേഖല കാണുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് 2,595 കോടി രൂപയുടെ പദ്ധതി. അത് വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് അത് പോകും. പച്ചക്കറി, നെല്ല്, തെങ്ങ്, അതുപോലെ കൃഷി വകുപ്പിന്റെ പരിധിയിൽ വരാത്തതായിരുന്നു റബ്ബർ, ഏലം, കോഫി. ഇതിനൊക്കെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലാണ് വരുന്ന ഒരു 4-5 കൊല്ലം 2,595 കോടി രൂപയുടെ പദ്ധതിയാണ് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ നടന്നു തുടങ്ങിയിരിക്കുന്നു. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP വിജയൻ, KP മണി, നീലടി സുധാകരൻ, മറ്റു ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് തല പ്രകൃതി കിസാൻ മേളയും ഇതിന്റെ ഭാഗമായി നടന്നു. വിഷമുക്ത കാർഷികോൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, പരമ്പരാഗത രീതികൾ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കിയ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് പ്രകൃതി കാർഷിക കിസാൻ മേള ഒരുക്കിയത്. വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതിന്റെ ഭാഗമായി നടന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ 1,500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഓക്സിജൻ പാർക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MLA. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടിയുള്ള ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ പ്രപ്പോസൽ തയ്യാറാക്കി കൊടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് പൂർണ്ണമായി പാസ്സായി കിട്ടിക്കഴിഞ്ഞാൽ നാളികേരത്തിന്റെ ഏറ്റവും മികച്ചൊരു കൃഷി മാത്രമല്ല, ഏറ്റവും മികച്ച പ്രോസസ്സിംഗ് യൂണിറ്റ് മാത്രമല്ല, നിരവധി വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും നാളികേര കർഷകർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ളൊരു വലിയ സംവിധാനമായിട്ട് അത് മാറും. അത്യാവശ്യം വേണ്ട ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു ഫാം, അതിൽ നടക്കുന്ന ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഈ പരിസര പ്രദേശങ്ങളിൽ സ്വന്തമായി കൃഷി ചെയ്യുന്ന ആളുകളുടെ ഉൽപ്പന്നങ്ങൾ കൂടി വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കൂടി
ഈ സെൻട്രൽ ഓർച്ചാർഡിനെ ഉപയോഗപ്പെടുത്തണമെന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. അപ്പം അതിനുള്ള കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് കൂടിയാണ് ഇവിടെ ഇത് തുറന്നു കൊടുക്കുന്ന പ്രവർത്തനം നടപ്പിലായിട്ടുള്ളത്. ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല. നമുക്കറിയാം, പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അഭിമാനത്തോടെ പറയാൻ കഴിയും, 1000 കോടിയിലധികം വരുന്ന തുകയുടെ, 1000 അല്ല, ഏതാണ്ട് 1500 കോടിയോളം വരുന്ന തുകയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ജനപ്രതിനിധിയായി വരുന്ന ആ ഘട്ടത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ഒരു പഞ്ചായത്തിലും പദ്ധതി ആരംഭിച്ചിട്ടില്ല. തൃത്തല ആടുവളവ് ഇരിപ്പക്കോട്ടുകാവ് ക്ഷേത്രത്തിന് സമീപം ബൈക്കും കൊരിയർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30യോടെയായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും എതിരെ വരികയായിരുന്ന കൊറിയർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പെരിങ്ങോട് സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരനാണ് പരിക്കേറ്റതെന്നാണ് സൂചന. കാലിന് പരിക്കേറ്റ ഇയാളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ സഹധർമ്മിണി തെളിവു സഹിതം പരാതി ഉന്നയിച്ചിട്ടും ഒരക്ഷരം ഉരിയാടാതെ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. തൃത്തല നിയോജക മണ്ഡലം UDF കമ്മിറ്റി ആലൂരിൽ നടത്തിയ ലീഡേഴ്സ് മീറ്റും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ TK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PEA സലാം, UDF നിയോജക മണ്ഡലം കൺവീനർ SMK തങ്ങൾ, DCC വൈസ് പ്രസിഡന്റ് CH ഷൗക്കത്ത് അലി, DCC ജനറൽ സെക്രട്ടറിമാർ, യൂത്ത് ലീഗ്, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, INTUC നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച നടക്കും. തൃത്തല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ വൈകിട്ട് 4:30 നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ സിനിമാ അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശ് രാജ് പ്രകാശനം നിർവഹിക്കും. കള്ളം എന്ന കവിത രചിച്ച് അന്തരിച്ച കുഞ്ഞു കവയത്രി ഷെറിയുടെ പിതാവ് ഫൈസൽ നയൂർ ഏറ്റുവാങ്ങും. വിദ്യാർത്ഥി സംഘടന പ്രവർത്തനകാലം മുതലുള്ള 1/4 നൂറ്റാണ്ടിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് MB രാജേഷ് എഴുതിയ ലേഖനങ്ങളാണ് 752 പേജുകളിൽ സമാഹരിച്ചിരിക്കുന്നത്. ലോകം, ഇന്ത്യ, കേരളം, സാംസ്കാരികം, വിദ്യാഭ്യാസം, കായികം തുടങ്ങിയ വിഷയങ്ങളിൽ പല കാലങ്ങളിൽ എഴുതിയ ലേഖനങ്ങളാണിവ. കോഴിക്കോട് ഹരിതം ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. K രാധാകൃഷ്ണൻ MP, VK ശ്രീരാമൻ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ എന്നിവരും പങ്കെടുക്കും. CP ചിത്രഭാനു പുസ്തക പരിചയം നിർവഹിക്കും. മന്ത്രി MB രാജേഷ് പ്രതികരണം നടത്തും. മാനുക്കാസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന KN മാനുഹാജി മെമ്മോറിയൽ ഡയാലിസിസ് സെന്ററിന്റെ ശിലാസ്ഥാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. അവിടെ ഒറ്റപ്പാലത്ത് നമ്മൾ 20 മെഷീൻ 4 ഷിഫ്റ്റാണ്. ഒരു ദിവസം 80 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ ഏർപ്പെടുത്തുന്ന യൂണിറ്റിന്റെ പ്രത്യേകത. ഇങ്ങനെ സ്വന്തം പിതാവിന്റെ സ്മരണയ്ക്ക് ഏറ്റവും ഉചിതമായ, അനേകം ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ഡയാലിസിസ് കേന്ദ്രം നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു, അഭിനന്ദിക്കുന്നു. ഇതിനെല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് അറിയിക്കുന്നു. പിന്നെ നമുക്ക് കൂടുതൽ ഡയാലിസിസ് മെഷീനൊക്കെ വേണ്ടി നമുക്ക് ലഭ്യമാക്കാം. MLA ഫണ്ടിൽ നിന്നുമൊക്കെ ആയിട്ട് ലഭ്യമാക്കാവുന്നതാണ്. 3 പതിറ്റാണ്ടിലേറെയായി വിവിധ ജീവകാരുണ്യ മേഖലകളിൽ സജീവമായ മാനുക്കാസ് ഗ്രൂപ്പ് 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 3416 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ ഒരേ സമയം 20 ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും. ആദ്യഘട്ടത്തിൽ 20 പേർക്ക് ഡയാലിസിസ് ചെയ്യാവുന്ന 5 യൂണിറ്റുകളാണ് പ്രവർത്തന സജ്ജമാക്കുക. വാട്ടർ പ്യൂരിഫിക്കേഷൻ സംവിധാനം ഉൾപ്പെടെയുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളാണ് കെട്ടിടത്തിലൊരുക്കുന്നത്. ദിവസവും 100 പേർക്ക് വരെ ഡയാലിസിസ് സേവനം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിർധനരായ യുവതികളുടെ വിവാഹ സഹായം, പാലിയേറ്റീവ് കെയർ കെട്ടിട നിർമ്മാണം, ഭൂരഹിതർക്ക് സ്ഥലം നൽകൽ, പ്രതിമാസ പെൻഷൻ എന്നിങ്ങനെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ മാനുക്കാസ് ഗ്രൂപ്പ് ഇതിനോടകം നടത്തിയിട്ടുണ്ട്. ചടങ്ങിൽ മാനുക്കാസ് ഗ്രൂപ്പിന് വേണ്ടി KN മൊയ്തു നന്ദി അറിയിച്ചു. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ദേവഹരിതം പദ്ധതിക്ക് കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുടക്കമായി.
ദേവാലയമുറ്റങ്ങളിൽ പച്ചത്തുരുത്തുകൾ വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ വൃക്ഷത്തെ കൈമാറൽ ചടങ്ങ് പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ നിർവഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി EV മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിത കേരള മിഷൻ തൃത്താല ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ രാമദാസ് പദ്ധതി വിശദീകരിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, TC രാമകൃഷ്ണൻ, O അച്യുതഉണ്ണി, ഉഷാ മോഹനൻ, സതിനാരായണൻ, O പ്രമീള, CM വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ദേവാലയങ്ങളിലെ സ്ഥലലഭ്യത അനുസരിച്ച് ചെറുതും വലുതുമായ പച്ചത്തുരുത്തുകൾ നിർമ്മിക്കുന്നതിനൊപ്പം കാവ് സംരക്ഷണ പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്നു. നിലവിൽ തൃത്താല മണ്ഡലത്തിൽ വിദ്യാവനം, പച്ചത്തുരുത്തുകൾ ഉൾപ്പെടെ 50ഓളം ഇടങ്ങളിൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മേഴത്തൂർ പുല്ലാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേവഹരിതം പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചിരുന്നു. പട്ടാമ്പിയിൽ MLA ഓഫീസിലേക്ക് BJP നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. മണ്ഡലത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മേലെ പട്ടാമ്പിയിൽ പോലീസ് മാർച്ച് തടഞ്ഞു. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ മേൽപ്പാലം രാജാക്കന്മാർക്കെതിരെ യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരം സൃഷ്ടിക്കാത്തതിനെതിരെ 10 വർഷം ഭരിച്ചിട്ടും യാതൊരു വികസന പദ്ധതികളും കൊണ്ടുവരാത്ത പട്ടാമ്പിയുടെ വികസനങ്ങളിൽ മുൻപിച്ച പട്ടാമ്പി മണ്ഡലത്തിൽ വികസന മുരടിപ്പാണെന്നാരോപിച്ചായിരുന്നു BJP പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് മൂസിൻ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ പരിസരത്തുമാണ് മാർച്ച് ആരംഭിച്ചത്. മേലെ പട്ടാമ്പിയിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. വാഗ്ദാനങ്ങൾ പലതും നൽകി പാലിക്കാതെ നടക്കുന്നവനെ പട്ടാമ്പിയിലെ വികസനമെല്ലാം 10 വർഷം നശിപ്പിച്ചവനെ ജനമഞ്ജകനെ MLA നിങ്ങൾക്കെതിരെ ഉയരുന്നു. BJPയുടെ പ്രതിഷേധം. പട്ടാമ്പിയിലെ റോഡ് പണി ഇടഞ്ഞു നീങ്ങിയ വർഷം ഇതുവരെ ആയിട്ടും പട്ടാമ്പിയിലെ റോഡ് പണി. പട്ടാമ്പി നില IPT റോഡ് നവീകരണത്തിൽ വലിയ അഴിമതിയാണെന്നും പണി പൂർത്തീകരിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നും BJP കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജനകീയ കോടതിയിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഈ കുറ്റവിചാരണയുടെ പരിസമാപ്തി എന്ന രീതിയിൽ ഈ MLA നമുക്ക് വേണ്ട എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന MLA, അതിന് മുൻപുണ്ടായിരുന്ന MLAമാർ UDFും LDFും മാറി മാറി ഇവിടെ MLA ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്നാണ് ഈ കുറ്റപത്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കുറ്റപത്രം ഈ ഒരു MLAക്കെതിരെ മാത്രമുള്ള കുറ്റപത്രമല്ല. പട്ടാമ്പി നിയോജക മണ്ഡലം രൂപം കൊണ്ട കാലം മുതൽ 2 മുന്നണികളുടെയും MLAമാർ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഈ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് ഇപ്പോഴുള്ള MLA മൂസിൻ മാത്രമല്ല, മുൻപുണ്ടായിരുന്ന LDFന്റെയും UDFന്റെയും എല്ലാവരുടെയും കുറ്റപത്രമാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. കൊപ്പം മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് P മനോജ്, നന്ദകുമാർ, ഗോപി പൂക്കോട്, C അനിൽകുമാർ, കൃഷ്ണകുമാർ, പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഈ പരിപാടിയിലെ MLAക്കെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം ഈ പട്ടാമ്പി നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെല്ലാം വികസന കാര്യങ്ങൾ നടക്കാനുണ്ടെന്നും MLA വാഗ്ദാനം ചെയ്ത എന്തെല്ലാം പരിപാടികൾ ഇവിടെ നടന്നിട്ടില്ല എന്നും നടത്തിയ എന്തെല്ലാം പരിപാടികൾ പരാജയപ്പെട്ടു എന്നും കാണിക്കുന്ന ഒരു കുറ്റപത്രം ഞങ്ങൾ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ വളരെ ശോചനീയമായ അവസ്ഥയാണ് റോഡുകൾക്കുള്ളത്. ഇപ്പോ കൊപ്പം എടപ്പലം റോഡ്, ഞാൻ ആ വിവിധ റോഡുകളുടെ കാര്യം വായിക്കാം. കൊപ്പം എടപ്പലം റോഡ്, വിളയൂർ പഞ്ചായത്തിലെ ST നഗർ കണിയറാവ് റോഡ്, മേൽമുറി പറക്കാട് റോഡ്, പ്രഭാപുരം തത്തനംപുള്ളി റോഡ്, മുതുതല പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ ഗ്രാമീണ റോഡുകൾ
ഇതെല്ലാം തന്നെ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഒപ്പം പേങ്ങാട്ടിരി റോഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഈ റോഡുകളൊക്കെ തന്നെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. കൂടാതെ പട്ടാമ്പി ബൈപ്പാസ് കഴിഞ്ഞ 10 വർഷമായിട്ട് 10 വർഷങ്ങൾക്ക് മുമ്പേ പണി തുടങ്ങിയതാണ്. ഇന്നും പട്ടാമ്പി ബൈപ്പാസ് റോഡ് അത് പൂർത്തിയാക്കാതെ കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.